ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പൊന്നു സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി നിന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഒരു 7:45 ആകുമ്പോഴേക്കും പൊന്നുവിൻ്റെ സ്കൂൾ വാൻ വരും. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും ഞാൻ അവളെ ഇതുപോലെ റെഡിയാക്കി വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ വാൻ താഴെ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹോൺ അടിച്ച് നിൽക്കുമ്പം നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിനുള്ളിൽ അവർക്ക് ആ ട്രാഫിക്കൊക്കെ കടന്ന് സ്കൂളിലേക്ക് എത്തണം. ഓരോ വീട്ടിലും ഇതുപോലെ 5-10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ അത്രയും ലേറ്റ് ആവും. അതുകൊണ്ട് അങ്ങനെ ലേറ്റ് ആക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. അപ്പോൾ മോളെ വണ്ടി വന്ന് മോള് പോയതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. ഞാൻ നേരത്തെ മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ രാവിലെ തന്നെ ചോറൊക്കെ ആവും കേട്ടോ. പിന്നെ മോളിന്ന് വെജ് കറി കൊണ്ടുപോയതുകൊണ്ട് തന്നെ നോൺ വെജ് ഞാൻ പെട്ടെന്ന് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ചില സമയത്ത് ഓരോ മൂഡാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായ 2 ആവോലി മീനുണ്ടായിരുന്നു. അത് രണ്ടും ഞാനും ഏട്ടനും മാത്രമല്ലേ ഉച്ചക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഫ്രൈ ചെയ്തു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അതും ഞാൻ ഇതുപോലെ തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ മുന്നേ. അപ്പോൾ അത് രണ്ടും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. മാക്സിമം ഞാൻ ഉച്ചക്കത്തെ പരിപാടി രാവിലെ തന്നെ തീർക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അത്രയും എന്താ പറയുക ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ റെഡിയാക്കി വേഗം സെറ്റാക്കി വെക്കും. അപ്പോൾ നമ്മളിന്ന് സാമ്പാർ രാവിലെ മോള് പോകുന്ന സമയത്ത് തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധാ മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ മൺചട്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നമ്മൾ മറ്റ് പാത്രങ്ങളിൽ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സ്വാദ് കൂടുതലായിരിക്കും നമ്മൾ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ. പിന്നെ സാമ്പാറിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും എന്താ പറയുക ഫിഷ് ഫ്രൈയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ ഞാൻ ഇന്നലെ രാത്രി വെച്ച് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറി എടുത്തിട്ട് നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യാതെ കുറച്ച് കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചൂടാക്കി. അപ്പോൾ അതാണ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച്. അതൊക്കെ കഴിഞ്ഞ് പൊന്നു വന്നതിന് ശേഷം നമ്മൾ വൈകുന്നേരം പറശ്ശിനിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായത്. പക്ഷേങ്കിൽ ബ്ലോക്ക് കാരണം നമ്മൾ പറശ്ശിനിയിൽ എത്തുമ്പം ഏകദേശം ഒരു 9 മണി 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറശ്ശിനിയിൽ വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നാളെ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഒന്ന് പറശ്ശിനിയിൽ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടും അന്നേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ പറശ്ശിനിയിൽ വരണമെന്ന്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നായിരുന്നു അതിൻ്റെ റൈറ്റ് ടൈം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും പറശ്ശിനിയിൽ പോയി. ഞങ്ങൾ നല്ല തിരക്കുണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് കാലൊക്കെ കഴുകി നേരെ നമ്മുടെ എന്താ പറയുക ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മീൻസ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ഭയങ്കര ഒരു നമുക്ക് എന്തെന്നില്ലാത്തൊരു ഭയങ്കര ഒരു എനർജിയാണ് അതിലേക്ക് കയറുമ്പോൾ. ഭയങ്കര ഒരു ഡിവൈൻ ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക ദൈവത്തിൻ്റെ കുറച്ച് തോറ്റം പാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മുത്തപ്പനെ കാണാൻ പറ്റിയില്ലെങ്കിലും മുത്തപ്പൻ്റെ തോറ്റം എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തോ സംഭവമാണ്. അപ്പോൾ അത് കുറേ സമയം നമ്മളിങ്ങനെ കണ്ടിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയമാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ കുറേ സമയം നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഞങ്ങൾ വിചാരിച്ചു ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം വേറെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടത്തിലായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര നമ്മളൊരു ബ്ലെസ്ഡ് ആയൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ എന്താ പറയുക ഇവിടെ എത്തിയ സമയം ഞങ്ങൾ എന്താ പറയുക ഫുഡിൻ്റെയൊക്കെ ലാസ്റ്റ് ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഇങ്ങനത്തെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കയറുന്നു ഫുഡിൻ്റെ ആ ഒരു കൗണ്ടർ ക്ലോസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും നമുക്ക് കറക്റ്റ് ടൈം എത്തിയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് രണ്ടും ചെയ്യാൻ വേണ്ടി പറ്റി. ദൈവത്തിൻ്റെ പ്രസാദം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഈ ഒരു ഇതും കാണാൻ ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറേ സമയം ഇരുന്നു. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സമയം കണ്ടിരുന്നു. പക്ഷെ നമുക്ക് ഇതിലും കൂടുതൽ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നൂന് നാളെ സ്കൂളുണ്ട്, സാറ്റർഡേ ആണ്. അപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സ്കൂള് മിസ്സായതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പൊന്നു പിന്നെയും പറഞ്ഞു ഞങ്ങൾക്ക് എന്താ പറയുക പുഴയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വിചാരം അവളങ്ങനെ ഒരുപാട് തവണയൊന്നും പറശ്ശിനിയിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പുഴയിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ എന്താ പറയുക തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഇപ്പം തന്നെ ടൈം ഏകദേശം ഒരു 10 മണി 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 9:30 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് വന്ന് എല്ലാം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 10:30 ഒന്നല്ല 11 മണിയായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്താ പറയുക, ലേറ്റ് ആയാലും പക്ഷേ ഞങ്ങൾക്ക് വന്ന കാര്യങ്ങളൊക്കെ നടന്നു. ഭഗവാന്റെ മുമ്പിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പൊന്നൂന് അവിടുന്ന് വരാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് നാളെ സ്കൂളിൽ പോകാനുള്ള കാര്യം അവൾ മറന്നുപോയിന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്ക് എന്താ പറയുക, ആൾ ഭയങ്കര സ്ലോയിലാണ് നടന്ന് വരുന്നത്. പെട്ടെന്ന് പോകണം എന്നുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കുറേ പട്ടികൾ, ഡോഗുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മുത്തപ്പൻ ടെമ്പിളിൽ വരുന്ന എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ, കുറേ ഡോഗ്സിന് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ മുത്തപ്പൻ്റെ സന്തത സഹചാരി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതെല്ലാ കൗണ്ടറും, ചായ കുടിക്കുന്ന കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഇതിലേക്ക് കൂടി ഇങ്ങനെ നടന്ന് പോവുകയെന്ന്. സാധാരണ എപ്പോഴും പറശ്ശിനിയിൽ വരുമ്പോൾ ഭയങ്കര ഹൈ തിരക്കിലാണ് നമ്മൾ ഉണ്ടാവൽ. അതായത് കുറേ ആൾക്കാരുണ്ടാവും, ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാതെ എന്താ പറയുക, നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ വണ്ടികൾ എന്താ പറയുക, ലേറ്റ് ആയതുകൊണ്ട് തന്നെ തൊട്ട് സൈഡിലുള്ള കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു വിഷമം പൊന്നൂനുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, ഇതുപോലെ റോഡ് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ റോഡ് സൈഡിലാണ് നിർത്തിയത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പാർക്കിങ്ങിലായിരുന്നു വണ്ടി നിർത്തുന്നുണ്ടായത്. അങ്ങനെ നമ്മളെ പറശ്ശിനി, അപ്പോൾ നമ്മളങ്ങനെ പറശ്ശിനി പോയിട്ട് ഇപ്പം ജസ്റ്റ് ഇറങ്ങി വണ്ടിയിൽ വന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ നേരത്തെ ഇറങ്ങുന്ന വിചാരിച്ചായിരുന്നു. പക്ഷെ അപ്പോഴാണ് കുറച്ച് പ്രോബ്ലം അല്ല, ട്രാഫിക് ആയിട്ട് അല്ല, ആദ്യം കുറച്ച് വണ്ടീനെ കൊണ്ട് ഡിലേ, വണ്ടി ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര ബ്ലോക്ക്, താഴെ ചുവക്കൊന്നും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. പുതിയരൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഭയങ്കര ഒടുക്കത്തെ ബ്ലോക്ക്. 1 മണിക്കൂറോളം ബ്ലോക്കിലായി. 1.5 ബ്ലോക്ക്. 7 മണിക്ക് വിട്ട നമ്മള് താഴെ ചുവട്ട് പുതിയൊരു വരുന്ന സാധാരണ നോർമൽ ബ്ലോക്ക് കാണാറ്. പക്ഷെ ഇത് താഴെ ചുവട് പുതിയൊരു വരെ ഒറ്റ ബ്ലോക്കില്ല, പുതിയൊരു കഴിഞ്ഞ് പിന്നെ അങ്ങ് തുടങ്ങിയല്ലേ ബ്ലോക്ക്. 1.5 ബ്ലോക്കായിരുന്നു. 7 മണിക്ക് വീട്ടിൽ നിന്ന് വിട്ട നമ്മൾ ഇവിടെ എത്തിയത് 9 മണി ആയിട്ടുണ്ടായിരുന്നു. 9 മണി 9:10 ആയിട്ടുണ്ടാവും അല്ലേ, 9:30 എത്തിയിട്ടുണ്ട്. അത്രയും സമയം നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. എന്നിട്ട് നമ്മളിപ്പം വന്നത് കൊണ്ട് നമുക്ക് വേറെ നഷ്ടമായിട്ടില്ല. കാരണം നമുക്ക് പൈൻകുറ്റിയും അല്ല നമ്മൾ വന്നതും ജസ്റ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമായിരുന്നു ഫുഡിൻ്റെത്. എന്തോ ഭാഗത്തിന് ലാസ്റ്റ് നമ്മൾ കയറി അപ്പൊ തന്നെ അവർ ഡോറ് ക്ലോസ് ചെയ്തു. അപ്പൊ അതിന് ശേഷം നമുക്ക് പിന്നെ എന്താ പറയണ്ടേ, മുത്തപ്പന്റെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണാൻ പറ്റി. വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും നമുക്ക് കാര്യങ്ങളെല്ലാം കാണാനും എല്ലാം നമുക്ക് പറ്റിയോണ്ട് അല്ല പൊന്നോ. പൊന്നൂന് നാളെ സ്കൂളും ഉണ്ട്. പിന്നെ പൊന്നൂനാണെങ്കിൽ കളിപ്പാട്ടല്ല വരുന്ന സമയത്ത് ആ മൊത്തം കടകൾ മൊത്തം അടച്ചിട്ടുണ്ടായിന്. അപ്പൊ അതിന്റെ ഒരു ഇത് പിന്നെ അല്ലേ പൊന്നു സാല നമുക്ക് പിന്നെ മേടിക്കാം. അപ്പൊ ഇപ്പൊ ടൈം ഒരു 10 മണി ആയിട്ടുണ്ട്. കറക്റ്റ് ടൈം എത്രയായത്? 10:35 ആയിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് ടൈം. അത്രയും ലേറ്റ് ആയി നമ്മള് എന്താ പറയണ്ടേ ഇവിടുന്ന് വിടുമ്പോ. ഇനിയിപ്പൊ നമ്മള് വീട്ടിലെത്തുമ്പോ എന്തായാലും ഒരു 11 മണി 11:30 എന്തായാലും ആവും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇനി ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇനി ബ്ലോക്ക് ഒന്നും ഇല്ല. എന്തായാലും 11 മണിയാണ് നമ്മള് വീട്ടിലെത്തുമ്പോ. പിന്നെ നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. നല്ല വൃത്തിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായി നമുക്ക്. ഇനി മുന്നേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ശരിക്കും നമ്മള് അങ്ങോട്ടേക്ക് പോകുമ്പോ എല്ലാരും തിരിച്ചിറങ്ങുകയോ ചെയ്യുന്നത്, നമ്മള് ലാസ്റ്റ് കയറി പോകുന്നു. നമ്മള് പോകുമ്പോ എല്ലാരും മുത്തപ്പന്റെ അടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങുന്ന ഉണ്ടായിന്. നമ്മള് പോകുമ്പോ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം മര്യാദ കാണാൻ പറ്റിയിട്ടുണ്ടായിന്. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയെന്ന്. വേറെ നമ്മൾ 1-2 സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ലേറ്റ് ആയിട്ടില്ലെങ്കിൽ. അപ്പൊ ഇനി എവിടത്തേക്കും പോകുന്നില്ല, നേരെ വീട്ടിലേക്ക് പോയെന്ന്. പൊന്നിന് നാളെ സ്കൂളുണ്ട്. വയനാട് ദുരന്തം അതും പിന്നെ മഴേന്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, വയനാട് ദുരന്തത്തിന്റെ അല്ല, മഴ 2 ആഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ട് തന്നെ പൊന്നൂന് സ്കൂള് ലീവായിരുന്നു. പൊന്നൂന് മാത്രമല്ല എല്ലാവർക്കും ലീവായിരുന്നു. പക്ഷെ പൊന്നൂന്റെ സ്കൂള് ഒരു പുഴേന്റെ ആ ഒരു ഏരിയയിലായതുകൊണ്ട് തന്നെ ഇവരെ സ്കൂളിൽ കുറച്ച് 2 ദിവസം കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്ലാസ് മിസ്സായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി വരുന്ന എല്ലാ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. പിന്നെ ഓണം വെക്കേഷൻ എന്തോ 3 ദിവസം മാത്രമേ ഉള്ളൂ. ആ സമയത്തും ഇതുപോലെ ക്ലാസ് ഉണ്ട്, എക്സാമോ ക്ലാസ്സോ എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം വീട്ടിലെത്തി കഴിഞ്ഞ് നാളെ രാവിലെ 7-8 മണിയാകുമ്പോഴത്തേക്കൊക്കെ പോകാനുമായി. ഉറങ്ങാൻ അല്ലെങ്കിൽ എന്നാലുണ്ട് ടൈമെല്ലാം കുറവായിരിക്കും അല്ലേ പൊന്നു. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ?
അപ്പൊ നമ്മളെ വീഡിയോ നമ്മൾ ഇന്നിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതൊരിക്കും